ചേട്ടൻ അറിയുമെന്ന് അറിയത്തില്ല, നമ്മൾ ആങ്കേഴ്സിന്റെ ഇടയിലും ചേട്ടൻ ഒരു സമാധാനത്തിന്റെ വെള്ളരിപ്രാവ. അതായത് ചേട്ടനാണ് ഗസ്റ്റെങ്കിൽ പിന്നെ ചില അപൂർവമായിട്ട് ചില ആൾക്കാരുണ്ടാവും, ചൊറിയന്മാരെന്ന് വിളിക്കും നമ്മൾ. അവർക്കൊരു സന്തോഷം ചൊറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സന്തോഷം അധികം കിട്ടില്ല. സ്ത്രീകൾക്കിടയിൽ ഇദ്ദേഹം ഒരു ഇൻട്രോവേർട്ടാണ്. ബേസിക്കലി ഇൻട്രോവേർട്ട്. ആണുങ്ങളുടെ ഇടയിൽ മാത്രം ഒറ്റയ്ക്ക് എങ്ങനെയാന്ന് എനിക്കറിയില്ല. അപ്പൊ ശരിക്കുള്ള കംഫർട്ട് സോൺ. ആട് 3 ചേട്ടൻ കുതിരേനെ ഓടിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു. ഇവിടെ എത്തിയോ? ശരിയാണോ? ഈ ഓഫീസിൽ ആരെങ്കിലും ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ചെയ്താലും ഞാൻ വിചാരിക്കും ഇവർക്കറിയില്ലല്ലോ ഇവർ ഇതാരോടാ ചെയ്യുന്നതെന്ന്. നാളെ ഇവർക്ക് എൻ്റെ കൂടെ ഒരു സെൽഫി വേണ്ടി വരുമല്ലോ. എന്റെ കോസ്റ്റ്യൂമിനെ പറ്റി കമന്റ് ചെയ്യാൻ തന്നെ തൊട്ട് വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. മഴവിൽ മനോരമ presents Lights Camera Talkil we have Shaiju Kurup and Aparnas. വെൽക്കം ചേട്ടാ. താങ്ക് യു. ചേട്ടാ, വളരെ അവിചാരിതമായിട്ട് ജോലിയുടെ ഭാഗമായിട്ട് എം ജി ശ്രീകുമാറിനെ വർഷങ്ങൾക്ക് മുമ്പ് മീറ്റ് ചെയ്യുക. എം ജി ശ്രീകുമാർ റെക്കമെൻഡ് ചെയ്ത് ഹരിഹരൻ സാറിനെ പോലുള്ളൊരു ഡയറക്ടറിൻ്റെ സിനിമയിലേക്ക് രംഗപ്രവേശനം ചെയ്യുക. ചേട്ടാ, ഇതിപ്പോൾ 20 വർഷം ചേട്ടൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വർഷമാണ്. 100-ലധികം കഥാപാത്രങ്ങളായി. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. ദൈവം എന്നുള്ള നിലയിലേ അദ്ദേഹം എത്രമാത്രം മനോഹരമായിട്ട് ഡ്രമാറ്റിക് ആയിട്ടാണ് ചേട്ടൻ്റെ ജീവിതം സംവിധാനം ചെയ്തേക്കുന്നതെന്നാ ഇപ്പൊ ഇരുന്ന് ആലോചിക്കുമ്പോൾ തോന്നുന്നത്. ഇമോഷണൽ ഡ്രാമ ആയിരുന്നു. ലോട്ട്സ് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. ഇൻ ദ ഏർലി സ്റ്റേജസ് കൂടുതലും ഡൗൺസ് ആയിരുന്നു. പിന്നെ കുറച്ച് ചെറിയ ചെറിയ അപ്സ് കിട്ടി, വലിയ അപ്സ് കിട്ടി. അപ്പം അങ്ങനെയൊക്കെ. ഇപ്പം എന്തായാലും നമ്മൾ ക്ലൈമാക്സ് ആയിട്ടില്ല. ഇപ്പം നമ്മൾ ഇൻട്രോയിൽ പോലും ആക്ച്വലി ആയിട്ടില്ല. ഐ എം സെയിങ് ദിസ് ബിക്കോസ് ആസ് ആൻ ആക്ടർ ഞാൻ കുറച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ. സോ ഇനീഷ്യലി ഇപ്പോൾ എൻ്റെ സിനിമകൾ കണ്ടത് നിങ്ങൾക്ക് അറിയാം. അത് നിങ്ങൾ കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ചേഞ്ചസ്. ബിക്കോസ് എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ലായിരുന്നു ആക്ടിങ്ങിൽ. ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സിനിമയിലെത്തി എങ്ങനെയാണ് ഈ പെർഫോമൻസ് ചെയ്യേണ്ടത്. ഞാൻ വിചാരിച്ചിരുന്നത് കറക്റ്റായിട്ട് ഡയലോഗ് എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതേപോലെ കറക്റ്റായിട്ട് പറഞ്ഞാൽ അതാണ് അടിപൊളി, അതാണ് ഒരു ആക്ടറിന് വേണ്ടതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരു ഘട്ടം വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി നമ്മുടെ ഡയലോഗ് തെറ്റിയാലും അല്ലെങ്കിൽ നമ്മുടെ എടുക്കേണ്ടാത്തടത്ത് പോസസ് എടുത്താലും അത് ചിലപ്പോൾ കുറച്ച് നാച്ചുറാലിറ്റി കിട്ടുമായിരിക്കും എന്ന് എനിക്ക് തോന്നി. ചില സീനുകൾ അങ്ങനെ വർക്കായിട്ടുണ്ട് എൻ്റെ കരിയറിൽ. അപ്പോൾ ബേസിക്കലി കറക്റ്റായിട്ട് എഴുതി വെച്ചിരിക്കുന്ന പോലെ ഡയലോഗ് പറയുകയല്ല, മാറ്റർ ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യുക എന്നുള്ളതാണ്. ആ സീൻ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, ആ മാറ്റർ കൺവേ ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ ആക്ടേഴ്സ് ചെയ്യേണ്ടത്. അത് ഇൻ ആൻ ഓർഗാനിക് വേ. അപ്പോൾ ഈ ഓർഗാനിക് വേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇത് ഓർഗാനിക് ആക്കുക എന്നുള്ളൊരു ഭയങ്കര സംഭവമാണ്. അത് നമ്മുടെ ബോഡി ലാംഗ്വേജും ഹാൻഡ് മൂവ്മെൻറ്റ്സും നമ്മുടെ നിപ്പും അല്ലെങ്കിൽ ഇരിപ്പും നമ്മുടെ ഡയലോഗ്സ് ഇതെല്ലാം കൂടെ ഒരു കോർഡിനേഷൻ വേണം. ആ കോർഡിനേഷൻ നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടുള്ളൂ. ചില ആൾക്കാരൊക്കെ ബോൺ ആക്ടേഴ്സാണ്, അവർക്കത് പറ്റുമായിരിക്കും. ബട്ട് ഫോർ മീ ഞാനങ്ങനെ എനിക്ക് ഒരു രീതിയിലുള്ള എക്സ്പീരിയൻസും ഇല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിച്ചുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ. ഓക്കെ, ഒരു ക്യാമറയുടെ മുമ്പിലോ അല്ലെങ്കിൽ സ്റ്റേജിലോ ഞാൻ പെർഫോം അങ്ങനെ ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ടില്ല. ചാൻസ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ചെയ്തിട്ടില്ല. സോ അൾട്ടിമേറ്റ്ലി ഇപ്പം ഒരു ഇമോഷണൽ ഡ്രാമയിലൂടെ കടന്നു വന്ന് ഹാപ്പിനെസ് ഒക്കെ ഇടയ്ക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്, ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്, കുറേ ഫോൾസ് ഉണ്ടായിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. നൗ ഐ തിങ്ക് എല്ലാ ഇമോഷൻസും എനിക്കൊരു ബാലൻസ്ഡ് സ്റ്റേജിലാണ് ഇപ്പോൾ ഞാൻ. അല്ലെങ്കിൽ എല്ലാ ഇമോഷൻസിനെ എനിക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു മെച്യൂരിറ്റി എനിക്ക് വന്നിട്ടുണ്ട്. അത് ഏജും അതിൻ്റെ അകത്ത് ഒരു ഫാക്ടറാണ്. ഇതിപ്പോൾ നമ്മൾ സംസാരിച്ച് വന്നത് സിനിമയിലെ ജീവിതത്തിലെയും ഡ്രാമയെ പറ്റിയാണ്. അപ്പോൾ ഇവിടെയും വിപരീതമൊന്നുമല്ല. അതായത് ഇടത്തിരുന്ന് ടിക്ടോക്ക് ചെയ്തതാ, പിന്നെ ആ ടിക്ടോക്ക് കണ്ടിട്ടാണ് സാറ് സത്യനന്ദിക്കാട് ഞാൻ പ്രകാശനിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. ഇവിടെയും ഈ പറഞ്ഞ പോലെ ഞാൻ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുക, ലൈഫ് എത്രമാത്രം ഡ്രമാറ്റിക് ആണെന്നാണ് തോന്നുന്നത് സിനിമയേക്കാൾ? സൈജു ചേട്ടൻ്റെ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടില്ല ഞാൻ, ടു ബി ഓണസ്റ്റ്. സൈജു ചേട്ടൻ്റെ ഫസ്റ്റ് പടം അത് ഹിറ്റ് ആയിരുന്നില്ലേ, മയൂഖം ഹിറ്റ് ആയിരുന്നില്ല, കൊമേഴ്ഷ്യലി ഹിറ്റ് ആയിരുന്നില്ല, പക്ഷെ ക്രിട്ടിക്കലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു അങ്ങനെയാണെന്ന് തോന്നുന്നു. ബിക്കോസ് എനിക്കൊക്കെ എപ്പോഴായിരുന്നു മയൂഖം? 2005. അപ്പൊ
ഞാൻ 5th സ്റ്റാൻഡേർഡ്, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് പടം, നമുക്ക് ഇഷ്ടപ്പെട്ട. അപ്പൊ എനിക്കൊന്ന് കുറച്ച് ഇയേഴ്സ് ലേറ്റർ ആയിരിക്കും ഞാൻ ആ പടം കണ്ടതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഹി ഹാഡ് എ ഹ്യൂജ് ഗ്യാപ്പ്. പക്ഷെ എനിക്ക് പറഞ്ഞ പോലെ അങ്ങനെ ഗ്യാപ്സോ സംഭവമൊന്നും, എനിക്ക് കൊറോണ ആയിരുന്നു ആകെ തന്ന ഗ്യാപ്പ്. അല്ലാതെ ഇങ്ങനെ കുറെ നല്ല പടങ്ങളും പൊട്ടപ്പടങ്ങളും അങ്ങനെ പോയിട്ടുണ്ടെന്നല്ലാണ്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല. പക്ഷേ സംഭവം ഇത് തന്നെയാണ്, ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. ബിക്കോസ് ഞാൻ ചെറുപ്പം മുതൽ ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ ഒരു ടൈം വരെ എനിക്ക് ആങ്കർ ആവാനായിരുന്നു ആഗ്രഹം. അപ്പൊ ഞാൻ എൻ്റെ പേരൻസ് പറയും, ഞാൻ വീട്ടില് മറ്റേ റിമോട്ടൊക്കെ വെച്ച് എല്ലാരോടും പോയി എന്താ പേരെന്താ ഇപ്പൊ എൻ്റെ ഇപ്പൊ തപ്പി നോക്കിയാൽ കിട്ടുമായിരിക്കും, കാസറ്റ്സിൽ ഞാൻ മറ്റേ പോസും മറ്റേ സാധനം ഒരുമിച്ച് പ്രസ് ചെയ്താൽ റെക്കോർഡ് ആവുമല്ലോ, പോസും റെക്കോർഡ് അങ്ങനെ എന്തോ അല്ലേ. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഞാൻ എല്ലാവരോടും ഇങ്ങനെ എന്താ അപ്പൊ എന്റെ പരിപാടിയുടെ പേര് ഹായ് ഹലോ എന്നായിരുന്നു. അന്ന് ഞാൻ ഇട്ടതായിരുന്നു, എല്ലാവർക്കും ഹായ് ഹലോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇങ്ങനെ പ്രസീതയാണ്, പാലക്കാടിൽ നിന്നാണ്, എൻ്റെ അമ്മയാണ്. എന്നിട്ട് ഞാൻ അമ്മയോട് പോയി ചോദിക്കും. അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു ഒരു ഏജ് വരെ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ അതല്ല, എനിക്ക് ആക്ടിങ് ആണ് ഇഷ്ടം എന്നുള്ളത്. പക്ഷെ അത് എവിടെ പോകണം, എങ്ങനെ പോകണം, ബിക്കോസ് ഞാൻ മസ്കറ്റിലാണ് പഠിച്ചതൊക്കെ. എന്നിട്ട് ഏതോ ഈ പറഞ്ഞ പോലെ ഈ തോട്ട്സ് ഓഫ് അട്രാക്ഷൻ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നത് ഇതുകൊണ്ടാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് താല്പര്യമില്ല, പക്ഷെ പാർട്ട് ഓഫ് ലൈഫ് ആണല്ലോ, നമ്മൾ എല്ലാ ദിവസവും പഠിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ പോകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഓഫീസിൽ ആരെങ്കിലും ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ചെയ്താൽ ഞാൻ വിചാരിക്കും, ഇവർക്കറിയില്ലല്ലോ ഇവരിത് ആരോടാ ചെയ്യുന്നതെന്ന്, നാളെ ഇവർക്ക് എൻ്റെ കൂടെ ഒരു സെൽഫി വേണ്ടി വരുമല്ലോ. അങ്ങനെ അഹങ്കാരമല്ല കേട്ടോ, പക്ഷെ ഞാനത് എൻ്റെ ഉള്ളിൽ വിചാരിക്കും. അതുപോലെ കോയമ്പത്തൂർ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ആൾക്കാർ കേട്ടാൽ ചിലപ്പോൾ പുച്ഛിക്കും, പക്ഷെ ഞാനിങ്ങനെ ബസ്സിലാണ് പോവാറ്. ബസ്സിൽ പോകുമ്പോൾ ഈ എപ്പോഴും ഞാൻ തട്ട് ഇട്ടിട്ടാണ്, മുഖം ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ പുറത്ത് നോക്കി ഇരുന്ന് ഇങ്ങനെ ഇയർഫോൺസിൽ പാട്ട് വെച്ചിട്ടാണ് പോകുക. അപ്പം ഞാനിങ്ങനെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ കാറ്റടിക്കുമ്പോൾ ആ ഒരു പാട്ടിനൂടെ അഭിനയിക്കുന്നത് പോലെയൊക്കെയാണ്. അപ്പൊ അടുത്തൊക്കെ വന്നിരിക്കുന്ന ആൾക്കാർ ഞാനിങ്ങനെ വിചാരിക്കും, ഇവരറിയുന്നില്ലല്ലോ ഇവരിയ്ക്കുന്ന ആരുടെ സിനിമാ നടി ആവുമല്ലോ പറയുന്ന. അങ്ങനെയൊക്കെ ഞാൻ ഉള്ളിലിങ്ങനെ എൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു. പക്ഷെ ഇത് നടക്കുമെന്ന് എവിടെയോ എൻ്റെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. സോ ലൈക്ക് ഇപ്പൊ ഈ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞ പോലെ ദൈവം എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടാവും. മേ ബി ഇവൾ ഇതിപ്പോ ആഗ്രഹിക്കുന്നത്, ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, നമ്മൾ ഇപ്പൊ ആഗ്രഹിക്കുന്നത് നമ്മൾ ഫ്യൂച്ചറിൽ ഓൾറെഡി നടക്കും എന്ന് ഉറപ്പുള്ള കാര്യത്തിനാണ് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. സോ വെൻ ഐ ലുക്ക് ബാക്ക്, ഞാനിപ്പോൾ ഈ ഇരിക്കുന്നതും ഈ സംസാരിക്കുന്നതും ഒക്കെ ഞാൻ പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന്, ഇപ്പോൾ നമ്മൾ ആ സമയത്ത് നായികമാരൊക്കെ ഇന്റർവ്യൂസിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ ഒക്കെ കാണിച്ചു. സോ അവിടുന്ന് ഞാനിങ്ങനെ വന്നപ്പോൾ അങ്ങനത്തെ ഒക്കെ ആക്ഷൻസ് ഒക്കെ, അപ്പൊ ഞാനിങ്ങനെ കണ്ണാടിയിൽ നിന്ന് ഇങ്ങനെ ആക്ഷൻ ഒക്കെ കാണിക്കും. എന്തിനാ ഇവർ ഈ കൈകൊണ്ട് ആക്ഷൻ ഒക്കെ കാണിക്കുന്നത്? ഐ എം ഇൻ ദാറ്റ് പ്ലേസ് റൈറ്റ് നൗ. അവാർഡ് കിട്ടുമ്പോൾ എന്ത് പറയണം എന്നൊക്കെ ഈ പറയുന്ന പോലെ പ്രിപ്പയർ ചെയ്തിട്ടില്ലേ, പറഞ്ഞിട്ടില്ലേ? വെരി മച്ച്. അതെനിക്ക് സംഭവിച്ചു. എനിക്ക് ഫിലിം ഫെയർ അവാർഡ് കിട്ടി ലാസ്റ്റ്, ഐ മീൻ ദിസ് ഇയർ 2024. സോ അപ്പോൾ പക്ഷെ ഞാൻ പ്രിപ്പയർ ചെയ്ത് ഒന്നുമല്ല ഞാൻ സ്റ്റേജിൽ പോയി പറഞ്ഞത്, എല്ലാം കൊളായി, ടെൻഷൻ അടിച്ചൊക്കെ പോയി. പക്ഷെ എന്നാലും ഞാൻ ആഗ്രഹിച്ചതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. സോ ഇറ്റ്സ് ഓൾറെഡി എന്തോ റിട്ടൺ, എവിടെയൊക്കെയോ ആരൊക്കെയോ പ്ലാൻ ചെയ്തതായിരുന്നു. അദ്ദേഹത്തിന്റെ വൈഫായിട്ടല്ലേ ചെയ്യുന്നത് അല്ലേ? പൊതുവെ ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്കിടയിൽ ഇദ്ദേഹം ഒരു ഇൻട്രോവേർട്ടാണ്, അധികം ഇങ്ങനെ സംസാരിക്കാറില്ല എന്ന്. എത്രമാത്രം ശരിയാണത്? 100% ആണ്. അധികം സംസാരിച്ച് കണ്ടിട്ടില്ല? ഇല്ല, അങ്ങനെ അധികം സംസാരിച്ചു കണ്ടില്ല എന്ന് വെച്ചാൽ ആദ്യം അങ്ങോട്ട് കയറി അധികം സംസാരിക്കില്ല. പിന്നെ എന്നാലും സൈജു ചേട്ടനായിട്ട് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടില്ല, വളരെ റെയറാണ്. ഞാനായിട്ടാണ് എപ്പോഴും അങ്ങോട്ട് സംസാരിക്കുന്നത്. ഹിസ് ബേസിക്കലി ആൻ ഇൻട്രോവേർട്ട്. ആണുങ്ങളുടെ ഇടയിൽ മാത്രം ഒറ്റയ്ക്ക് എങ്ങനെയാന്ന് എനിക്കറിയില്ല. അപ്പൊ ശരിക്കുള്ള കംഫർട്ട് സോൺ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പം വിത്ത് അപർണ ഓൾസോ ആൻഡ് ഇപ്പം എന്റെ ലേറ്റസ്റ്റ് ഫിലിമില് അഭിലാഷത്തിലെ തൻവീർ അഹമ്മദ്. സോ തൻവയായിട്ടൊക്കെ ഇപ്പം ഇവർ രണ്ടുപേരും ഇതേപോലെ ഇവരാണ് ആദ്യം കൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് പിന്നെ നമുക്കൊരു വൈബ് കിട്ടുമല്ലോ. ഓക്കെ, ഇവരോട് നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. എനിക്ക് മറ്റേ മറ വെച്ചിട്ട് സംസാരിക്കൽ നടക്കില്ല, അറിയില്ല. ഞാനിപ്പോ ഇന്റർവ്യൂസിലും എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ വളരെ ഓപ്പൺ ആയിട്ടാണ് പറയണത്. എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ചിലവരൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ ഇത്ര ഓപ്പൺ ആകേണ്ട ആവശ്യമില്ല. നാട്ടുകാർക്ക് മൊത്തം അങ്ങ് ഒരു തുറന്ന പുസ്തകമാക്കി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു, നീ മറ്റേ ഭയങ്കര നല്ലവനാണെന്നോ അല്ലെങ്കിൽ അതൊക്കെ കാണിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത്? പക്ഷെ ഞാൻ ഓപ്പൺ ആയിട്ട് വേണ്ട കാര്യങ്ങൾ പറയുന്നുള്ളൂ, വേറെ ആരെയും ബാധിക്കുന്ന ഒരു ഓപ്പൺ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാറില്ല. അതെ, ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇപ്പം സ്ട്രഗ്ലിംഗ് പീരീഡ് ആയാലും
ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഡിഫിക്കൽട്ടീസും. ഞാനത് ഓപ്പണായിട്ട് പിന്നെയും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ബാക്കിയുള്ളവർക്കൊരു പ്രചോദനമായിരിക്കും. എപ്പോഴും സംഭവിക്കുന്നത് മിനിമം ഒരാളെങ്കിലും ഞാൻ ഏത് പടത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ഒരാളെങ്കിലും വന്നിട്ട്, അതായത് ചിലപ്പോൾ അതൊരു ഓഡിയൻസ് എന്നുള്ള നിലയിലായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരു ന്യൂ കമറോ അല്ലെങ്കിൽ റിലേറ്റീവ്ലി ന്യൂ കമറോ ആയിരിക്കും, അവരെന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഇൻ്റർവ്യൂസ് കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരുപാട് മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. സോ അത് അപ്പം ഞാൻ ഈ എന്നെ കുറ്റപ്പെടുത്തുന്ന എൻ്റെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് അതാണ് ഞാൻ പറയുന്നത്, യങ്സ്റ്റേഴ്സിന് അതൊരു പ്രചോദനമാണ് അല്ലേ. നമ്മൾ പെർസിസ്റ്റൻ്റ് ആയിരിക്കണ്ടേ. ഇപ്പം നമ്മളൊരു കാര്യം നമുക്ക് ചെയ്യണം, അപ്പം നമ്മൾ വി ഷുഡ് ബി പെർസിസ്റ്റൻറ്റ്. നമ്മൾ നമ്മൾ ടാർഗറ്റ് ചെയ്ത് തന്നെ മുമ്പോട്ട് പോകണം. ചാൻസ് ചോദിക്കുന്ന കാര്യം, ചാൻസ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം, അല്ലാണ്ട് നമുക്ക് ആരും ഇങ്ങോട്ട് കൊണ്ട് തരില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അച്ഛന് ഒരുപാട് കാശുണ്ടാകണം, അദ്ദേഹം നമുക്ക് വേണ്ടി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളൊരു സംവിധായകൻ്റെ മകനാണെങ്കിൽ ചിലപ്പം അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ ആരെങ്കിലും ഫാമിലിയിലുണ്ടാകണം. ഇത് ആരും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ ജോലി നമ്മൾ തപ്പി പോയേ പറ്റുള്ളൂ. കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇന്റർവ്യൂസിന് പോകുന്നത് ചാൻസ് ചോദിക്കലല്ലേ. നമ്മൾ HR കൺസൾട്ടൻസിൽ നമ്മുടെ റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കും. ഇന്നിപ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്, നമുക്ക് തോന്നുവാണ് ഇവിടുന്ന് വലിയ കാര്യമൊന്നുമില്ല, ഇവിടെ നമുക്ക് ഹൈക്കൊന്നും കിട്ടുന്നില്ല. നമ്മൾ ഉടനെ തന്നെ റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ HR കൺസൾട്ടൻസിക്ക് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ ഫോളോ അപ്പ് ചെയ്യണം, ഏതെങ്കിലും സ്ഥലത്ത് ഫോർവേഡ് ചെയ്ത് അവിടെ നിന്ന് എന്താണ് റെസ്പോൺസ് എന്നുള്ളത്. ഇത് അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഇൻഡയറക്ട്ലി ചാൻസ് ചോദിക്കൽ തന്നെയാണ്. അങ്ങോട്ട് അങ്ങനെ ചോദിച്ച് കിട്ടിയ ഒരു സിനിമ ഏതാ പറയാൻ പറഞ്ഞു? കുറച്ച് പടങ്ങളുണ്ട്. 1983 ആട് പടമാണ്. ആട് 1, ഇത് നമ്മുടെ ഇപ്പൊ ലേറ്റസ്റ്റ് ദാവീദിൽ ഞാൻ ഉണ്ടായത് ഒരു ചെറിയ ക്യാരക്ടറിൽ, വലിയ ക്യാരക്ടറിലേക്ക് ഞാൻ ചോദിച്ചതാണ്. ചേട്ടൻ ഇപ്പൊ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ദേഷ്യപ്പെടുന്നത് വളരെ കുറവ്, ഇങ്ങോട്ട് ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ പോലും ചേട്ടന് ദേഷ്യപ്പെടാൻ പറ്റാറില്ല. ഈ നമ്മളുടെ വികാരം ഇങ്ങനെ കൺട്രോൾ ചെയ്യപ്പെടുകയല്ലേ. അപ്പൊ കൺട്രോൾ ചെയ്യുന്നത് വഴി നമുക്കൊരു സഫോക്കേഷൻ ഉണ്ടാവില്ലേ കിടന്നുറങ്ങാൻ നേരത്ത്, പക്ഷെ പ്രകടിപ്പിച്ചത് അങ്ങ് തീരുമായിരുന്നു എന്നുള്ള സംഭവം തോന്നാറില്ലേ? കിടന്ന് ഉറക്കമൊക്കെ എനിക്ക് പെട്ടെന്ന് വരും, ഭയങ്കര ഡീപ് സ്ലീപ്പാണ് എൻ്റെ. ഓരോരു പേടി വെച്ചാൽ ഞാൻ മരിക്കുവാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നായിരിക്കും മരിക്കുന്നത് വെച്ചാൽ ഇതെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ ഈ ഉള്ളിൽ ഒതുക്കുന്ന ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരുമെന്നൊക്കെ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു സാധ്യത മാത്രമേ കാണുന്നുള്ളൂ. അല്ലാതെ വളരെ നല്ല പോലെയാണ് ഞാൻ ഇറങ്ങുന്നത്. വെച്ചാല് എന്നെ വേദനിപ്പിച്ചാലും ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ലല്ലോ, എൻ്റെ സൈഡിൽ നിന്നൊരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ അങ്ങനെ വേദനിപ്പിക്കാണ്ടെന്ന് വരുന്നിട്ടില്ല കേട്ടോ. ഞാൻ ഈ ദേഷ്യം എന്ന് പറഞ്ഞൊരു വികാരം എൻ്റെ മനസ്സിൽ ഇല്ലാത്തൊരു വികാരമൊന്നുമല്ല. എല്ലാ ദിവസവും എനിക്ക് ദേഷ്യം വരും ആരോടെങ്കിലും. വീട്ടിലാണെങ്കിൽ ഞാൻ കാണിക്കും, എൻ്റെ സ്റ്റാഫിനോടാണെങ്കിൽ ഞാൻ കാണിക്കും, എൻ്റെ വളരെ അടുത്ത കൂട്ടുകാരോടാണെങ്കിൽ ഞാൻ കാണിക്കും. പക്ഷെ ബാക്കിയുള്ളവരോട് കാണിക്കൂല. എൻ്റെ വൈഫിനോട് പറയും ഈ ദേഷ്യമൊക്കെ പുറത്തുള്ള ആൾക്കാരോട് കാണിച്ചുകൂടെ, വീട്ടിൽ കുറച്ചുകൂടെ സ്നേഹം കാണിച്ചുകൂടെ. അല്ല, അത് വീട്ടിൽ കുറച്ചുകൂടെ സ്നേഹം കാണിച്ചുകൂടെ എന്ന് വെച്ചാൽ സ്നേഹം കാണിക്കാത്തതുകൊണ്ടല്ല, ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ആ ഒരു ലൈൻ, ഒരു ഡയലോഗിന് ഒരു റിതം കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷെ അത് എന്താ സംഭവിച്ചാൽ ചിലപ്പോൾ ഈ വേറൊരാളെ ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളെ ഞാൻ ചിലപ്പോൾ കാണണമെന്നില്ല. പക്ഷെ വീട്ടിൽ ദേഷ്യപ്പെട്ട അവരെ വീണ്ടും എനിക്ക് കാണാമല്ലോ, കൂട്ടുകാരെ കാണാം, അല്ലെ സ്റ്റാഫിനെ കാണും. വെറുതെ ദേഷ്യപ്പെടലൊന്നുമില്ല. എന്തെങ്കിലും അതിന് കാരണമുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ സ്റ്റാഫിനോട് തന്നെ ഞാൻ എൻ്റെ അമ്മയോടും വൈഫിനോടൊക്കെ ഞാൻ എൻ്റെ ദേഷ്യം കാണിക്കുന്ന പോലെ അത്രയും സ്റ്റാഫിനോട് കാണിക്കാറില്ല. അത്രയും ഈ റിപ്പീറ്റേഷൻസ് ഉണ്ടാവുമല്ലോ, ഒരു മിസ്റ്റേക്ക്. അപ്പം ഞാൻ ഫോർ എക്സാമ്പിളാണ് കേട്ടോ അവർ ചെയ്തെന്നല്ല, ഫോർ എക്സാമ്പിൾ ഞാൻ ഭയങ്കര പങ്ക്ച്വലാണ്. ഒരു സ്ഥലത്ത് ഞാൻ കറക്റ്റ് സമയത്ത് എത്തിയിരിക്കും. അപ്പൊ എന്നെ കറക്റ്റ് സമയത്ത് പിക്ക് ചെയ്യണമല്ലോ, എന്നാലും എനിക്ക് ആ സമയത്തോടെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ സാരഥിയായ വിഷ്ണുവിനോടും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സ്റ്റാഫായ ബാലുവിനോടും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ടൈമിന് പങ്ക്ച്വലാണ്. ഇത് ഇവരോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇവര് എപ്പോഴും 5 minutes മുമ്പേ എത്തിയിരിക്കും. അവരത്രയും ഇതാണ് വിവരമുള്ളവരാണ്. ഒരു പ്രാവശ്യം പറഞ്ഞവർക്ക് മനസ്സിലായ കാര്യം. അപ്പോൾ ഈ അടുത്തിടെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ ഇവരുടെ റൂം അടുത്ത് തന്നെയാണ്. എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പം അതിൻ്റെ അകത്ത് ഒരാൾക്ക് തിരിച്ചെന്തോ മറന്നെന്ന് പറഞ്ഞുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞു നീ എടുത്തിട്ട് വാ. അല്ല നമ്മൾ ലേറ്റ് ആകുമോ? ഞാൻ പറഞ്ഞില്ല, പോയി എടുത്തിട്ട് വാ, 5-10 മിനിറ്റിലേ എടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പിക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും വീണ്ടും ഇവനെന്തോ മറന്നിട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് മറവി കുറച്ച് കൂടുന്നുണ്ടല്ലോ, ഈ പാക്കിംഗ് ഒക്കെ നേരത്തെ ചെയ്ത് വെച്ചൂടെ,
അപ്പം അവൻ ചിരിച്ചു. പക്ഷെ അവന് കാര്യം മനസ്സിലായി. ഇനി ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ സംഭവിക്കുവാണെങ്കിൽ അടുപ്പിച്ച് ഇനിയിപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ചെയ്താൽ ഞാൻ അപ്പോൾ ഒന്നും പറയില്ല. ഈ അടുത്ത് വരുന്ന ദിവസങ്ങളിൽ പറയുകയാണെങ്കിലേ എത്ര പ്രാവശ്യം പറയണം നിന്നോട്, ഞാൻ ഇതായിരിക്കും എൻ്റെ ടോൺ. അല്ലാണ്ട് എത്ര ടോണിലേക്ക് ഞാൻ പോവില്ല. ഇതിപ്പോ സിനിമയിൽ വരുന്നതിന് മുമ്പേ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യായിരുന്നില്ലേ അല്ലേ? അതിനൊരു സെർട്ടനിറ്റി ഉണ്ട് അല്ലേ? സെർട്ടനിറ്റി ഉണ്ട്. അതായത് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ജോലി ചെയ്യേണ്ട ആവശ്യമുള്ളൂ, 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് ജോലി ചെയ്താൽ മതി, മാസം കറക്റ്റ് ആയിട്ട് എമൗണ്ട് ക്രെഡിറ്റ് ആവും. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചെയ്യുന്ന സിനിമ നാളെ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. സഹിച്ചേട്ടനെ പോലെ വർഷം 6-7 സിനിമകൾ സംഭവിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. സിനിമയുടെ ഈ അൺസർട്ടനിറ്റി ഉണ്ടല്ലോ, അത് എത്രമാത്രം എൻജോയ് ചെയ്യുന്നുണ്ട്, ഇത് എത്രമാത്രം ഭയപ്പെടുത്തിയിട്ടുണ്ട് കരിയറിൽ? എൻജോയ് ചെയ്യുന്നേ ഇല്ല. എൻജോയ് ചെയ്യുന്നേ ഇല്ല. നമുക്ക് മന്ത്ലി ശമ്പളം കിട്ടുന്നു എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. ഇപ്പൊ ഒരു പേയ്മെന്റ് വന്നിട്ട് നെക്സ്റ്റ് പേയ്മെന്റ് എപ്പോൾ കിട്ടും എന്ന് ആലോചിക്കുന്ന ഒരു ഫീലിംഗ് ഒരിക്കലും നല്ലതല്ല. നമുക്ക് സ്ഥിരമായി വരുമാനം ഉണ്ടെന്ന് അറിയുന്നത് തന്നെയാണ് കംഫർട്ടബിൾ. പക്ഷേ ഒരു സിനിമയിൽ അഭിനയിച്ച് അത് ഇറങ്ങി അത് സ്ക്രീനിൽ കാണുമ്പം അത് കഴിഞ്ഞ ആൾക്കാർ നമ്മളോട് സംസാരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സക്സസ്സിൽ നമ്മൾ ഇതാവാൻ 4 പേര് ഒരു സ്ഥലത്ത് പോകുമ്പോൾ 4 പേര് നമ്മളെ തിരിച്ചറിയുക, നമുക്ക് അതിൻ്റെ പ്രിവിലേജ് എവിടെയെങ്കിലുമൊക്കെ കിട്ടുക എന്നുള്ളത് ഭയങ്കര എൻജോയ്മെന്റ് ആണ്. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു അതിനു വേണ്ടിയാണ് ഈ അൺസർട്ടനിറ്റി ഫേസ് ചെയ്യാൻ റെഡി ആവുന്നത്. ഇതൊരു അഡിക്ഷൻ ആണ്. സിനിമ തിയേറ്ററിൽ കാണുന്നതും അതിന്റെ പ്രൊമോഷൻസിന് പോകുന്നതും അത് ഇറങ്ങിക്കഴിഞ്ഞ് കേൾക്കുന്ന ഗുഡ് റിവ്യൂസും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫെയിം ഭയങ്കര അഡിക്ഷൻ ആണ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മൾ ഇത് സഹിക്കുന്നത്. അല്ലാതെ ഈ പേയ്മെന്റ് കിട്ടുന്നത് വൈകുന്നതിൽ ഒരു സുഖമില്ല. എൻ്റെ അച്ഛൻ ഈ അടുത്ത്, അച്ഛൻ അങ്ങനെ പറയാത്തൊരാളാണ്. അച്ഛൻ ഈ അടുത്ത് വീട്ടിൽ വന്നപ്പം ഞാനിവിടെ കൊച്ചിയിലൊരു വീട് വെച്ചു. വലിയ വീടൊന്നുമല്ല, കുഞ്ഞൊരു വീട്, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു സ്മോൾ സ്പേസ്. അപ്പൊ അച്ഛൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ മസ്കറ്റിൽ നിന്ന് ജോലി നിർത്തി വരുന്ന സമയത്ത് അച്ഛൻ അമ്മയെ വിളിച്ചിട്ട് ദേഷ്യപ്പെട്ടു. കാരണം അവൾ എന്ത് കണ്ടിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. ഇപ്പം മാസം അത് തുടങ്ങിയ സമയത്തായിരുന്നു. അപ്പോൾ എനിക്കൊരു 80,000 എങ്ങാണ്ടും ഇന്ത്യൻ റുപ്പീസ് സാലറി ഉണ്ട്. ഫസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ് കയറുന്ന ജോലിയാണ്. അപ്പം ഡിഗ്രി കഴിഞ്ഞ് 80,000 എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കിട്ടുന്നത് ഇസ് നോട്ട് എല്ലാവർക്കും അങ്ങനെ നടക്കണമെന്നില്ല. അപ്പം അങ്ങനെ ആ ഒരു സേഫ്റ്റിയിൽ നിന്ന് ഇവൾ എന്ത് കണ്ടിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്, ഇവിടെ എന്തുണ്ട് എന്നുള്ളത് അമ്മയോട് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ള അവൾ ചെയ്തോട്ടെ, അവൾക്കറിയാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ ഇപ്പം ഞാൻ നിന്നെ സമ്മതിച്ചു, നീ അവിടുന്ന് ഒന്നുമില്ലാണ്ട് വന്നിട്ട് ഇപ്പം നിനക്കൊരു ബേസ് ഉണ്ടാക്കിയല്ലോ എന്നുള്ളൊരു വീട് വെച്ചു, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ നിനക്ക് ഒരാളെ നിനക്ക് നോക്കാൻ. ഇപ്പം എന്നെ ഇപ്പം അച്ഛൻ പറയുകയാണെങ്കിൽ ഇനി എന്നെ നോക്കിക്കോ എന്ന് പറഞ്ഞാൽ എനിക്ക് നോക്കാം. അമ്മ പറയണ എനിക്കിനി വയ്യ എന്നെ നോക്കണം എന്ന് പറഞ്ഞാൽ നോക്കാം എന്നുള്ള എത്തിയപ്പോൾ നിന്നെ ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു. അപ്പം എനിക്കത് ഭയങ്കര സന്തോഷമായി കേട്ടപ്പം. അപ്പം അതൊന്നും പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതല്ല, പക്ഷെ ഒരു ആത്മവിശ്വാസം നമ്മളെ കൊണ്ട് ഇപ്പോഴും. അതെ, ഇപ്പോഴും ഞാൻ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പം പറയാം, അയ്യോ അതിന് പൈസ ചിലവാവില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ദരിദ്രരല്ല, ഞാൻ ദരിദ്രരാക്കൂല, പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാനുള്ളൊരു ധൈര്യം. അത് സിനിമ എന്ന് മാത്രമല്ല കേട്ടോ, എങ്ങനെയെങ്കിലും ഞാൻ ഐ വിൽ മേക്ക് ഷുവർ ദറ്റ് എൻ്റെ ഫാമിലിയിലുള്ള ആരും അങ്ങനെ സ്ട്രഗിൾ ചെയ്യില്ല എന്ന് എനിക്ക് എവിടുന്നോ ഒരു ഭയങ്കര കോൺഫിഡൻസ് എൻ്റെ ഉള്ളിലുണ്ട്. അപ്പം അതാണ് ബേസിക്കലി ഒരു കോൺഫിഡൻസിലാണ് ഇങ്ങനെ. ബിക്കോസ് ഇതുവരെ ഞാൻ ആഗ്രഹിച്ചതെല്ലാം ദൈവം എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിച്ച ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ കിട്ടാതെ പോയിട്ടുണ്ട്, പക്ഷെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഞാൻ നല്ല കോസിനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാം എൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് അടിപൊളി. ഈ അൺസർട്ടനിറ്റിയുടെ കാര്യം പറയുമ്പോഴേ ചേട്ടാ 2005 മയൂഖം സംഭവിക്കുന്നത്. ആ വർഷം ഒരൊറ്റ സിനിമ മയൂഖം മാത്രം. 2006 3 സിനിമകളാണ്. അതായത് ബാബ കല്യാണി, അതുപോലെ തന്നെ അശ്വാരൂഢൻ, പിന്നെ ഒരു സിനിമ കൂടെ ഉണ്ട്, അത് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ബാബ കല്യാണി അശ്വാരൂഢൻ സ്കെച്ച് ആണെന്ന് തോന്നുന്നു. ബാബ കല്യാണി ലയൺ, യെസ് ലയൺ കൂടെ. ലയൺ വാസ് ഇൻ ദ സെയിം ഇയർ 2005 മേ ബി ഡിസംബർ 2000. യെസ്, ഡിസംബർ, ഓൾമോസ്റ്റ് അടുത്ത വർഷം. അതുവരെ ഏതാണ്ട് വർഷം 2-3 സിനിമകൾ മാത്രം ചെയ്യുന്ന ഒരു മാക്സിമം 5 വരെ സിനിമകൾ ചെയ്തിരുന്ന ഒരു നടൻ. 2012 ശേഷമാണ് ചേട്ടാ ഒരു 6-ൽ കൂടുതൽ സിനിമകൾ എല്ലാ വർഷവും കണ്ടിന്യൂസ്ലി ചെയ്യുന്ന ഒരു തിരക്കുള്ള, എവിടെ തിരിഞ്ഞാലും സൈജു കുറുപ്പ് എന്ന് പറയുന്നൊരു ഫീൽ വന്നു തുടങ്ങിയത്. ഇപ്പോൾ 2025 നിൽക്കുന്ന സമയത്ത് കൊറോണയുടെ സമയത്ത് മാത്രമാണ്, ആ ഇയർ മാത്രമാണ് ചേട്ടന് അത്രയും സിനിമകളില്ലാതിരുന്നത്. ഒരു 6-ൽ കൂടുതൽ സിനിമകൾ എല്ലാ വർഷവും സംഭവിക്കുന്നുണ്ട്. ഈ സിനിമയിൽ, മലയാള സിനിമ പോലുള്ളൊരു ഇൻഡസ്ട്രിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറേ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് നിരന്തരമായിട്ട് സ്ക്രിപ്റ്റുകൾ നമ്മളെ തേടി വരിക, ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നതിൽ നമ്മളുടെ അഭിനയത്തിനേക്കാളപ്പുറം വേറെ ഏതൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്? അതിൽ നമ്മുടെ ആളുകളുള്ള പെരുമാറ്റവും അതുപോലെ തന്നെ അതാണ് ഏറ്റവും വലിയ കാര്യം. മാറ്റേഴ്സ് ഉണ്ടോ? എന്നെ സംബന്ധിച്ച് അതുകൊണ്ടായിരിക്കണം എനിക്ക് ഇത്രയും സിനിമകൾ കിട്ടിയത്. ഞാൻ എല്ലാവരുമായിട്ടും ഭയങ്കര പാലിയാണ്.
അതുകൊണ്ട് തന്നെ ആൾക്കാരും ഞാനുമായിട്ട് നല്ലത് തന്നെയാണ്. നമ്മൾ ഇങ്ങനെ അങ്ങോട്ട്, പിന്നെ ചില അപൂർവമായിട്ട് ചില ആൾക്കാരുണ്ടാവും ഈ ചൊറിയന്മാരെന്ന് വിളിക്കും നമ്മൾ. അപ്പോൾ അവർക്ക് ഈ ചൊറിയുന്നത് ഇഷ്ടമാണ്. അപ്പം അവർക്കൊരു സന്തോഷം ചൊറിഞ്ഞു കഴിയുമ്പം നമുക്ക് സന്തോഷം അധികം കിട്ടില്ല, നമ്മൾ മാറിപ്പോവും. പിന്നെ അവരുമായിട്ട് സഹകരണമില്ല, അവരുമായിട്ട് സംസാരമില്ല. അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ഡിസ്റ്റൻസിലല്ലേ നിൽക്കുകയുള്ളൂ. അല്ലാതെ മിക്കവാറും മെജോറിറ്റി ആൾക്കാരുമായിട്ട് എനിക്ക് വളരെ നല്ല റിലേഷനാണ്. അതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. എൻ്റെ അച്ഛനും ഭയങ്കര സോഷ്യൽ ആനിമൽസ് ആയിരുന്നു. അവർ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക്. ഐ മീൻ ഞങ്ങൾ നാഗ്പൂരിലായിരുന്നു. അപ്പം സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ CPWD ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്നത്. അവിടെ ഇഷ്ടംപോലെ മലയാളി ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഒന്നില്ല ഞങ്ങളൊരു ഫാമിലി വിസിറ്റ് ചെയ്യാൻ വേണ്ടി വൈകുന്നേരങ്ങളിൽ പോകും, അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. അങ്ങനെയൊക്കെയുള്ളൊരു ഭയങ്കര സോഷ്യൽ ഉണ്ടായിരുന്നൊരു സ്ഥലത്താണ് ഞാൻ ജീവിച്ചത്. അപ്പം ഞാൻ കണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയൊക്കെ വളരെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നൊരു, ഞാൻ പറഞ്ഞ സാമ്പത്തികമായിട്ടല്ല, ഇപ്പം ഒരു വീട്ടിലൊരു മരണം നടന്നു, നാട്ടിലായിരിക്കും നടന്നിരിക്കുന്നത്, പക്ഷെ അവിടെ ഉള്ളവരുടെ അമ്മയോ അച്ഛനൊക്കെ ആയിരിക്കും മരിച്ചിരിക്കുന്നത്. അപ്പം ഉടനെ തന്നെ ദേ മേക്ക് ഇറ്റ് എ പോയിന്റ് ടു വിസിറ്റ് ദെയർ ഹോം, കണ്ടോലൻസസ് കൊടുക്കാൻ, അവരെ സമാധാനിപ്പിക്കാൻ. ഇനിയിപ്പം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കണമെങ്കിൽ അതിന് അച്ഛൻ പോകുന്നു. മനസ്സിലായില്ലേ? ഓൺലൈൻ പരിപാടിയൊന്നും ഇല്ല, അന്ന് അവിടെ ചെന്ന് ക്യൂല് നിന്നല്ലേ പറ്റുള്ളൂ. അപ്പം ഇവർ ആ മാനസികാവസ്ഥയിൽ അവർക്ക് പോകാൻ പറ്റില്ല, അവർക്ക് പക്ഷെ നാട്ടിലേക്ക് പോകണം. അപ്പോൾ അച്ഛൻ പോയി ചെയ്യും. ഇത് അച്ഛൻ മാത്രമല്ല, അവിടെയുള്ള വേറെ അങ്കിളുമാരും ഒക്കെ അത് സഹകരിക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെയാണ് ഞാൻ കണ്ടു വളർന്നിരിക്കുന്നത്. അപ്പം ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക, നമ്മൾ നല്ലപോലെ എല്ലാവരുമായിട്ടും സ്നേഹത്തോടെ നമ്മൾ നിൽക്കുക. അതുകൊണ്ട് ഭയങ്കര രസമല്ലേ ഇന്ന്. ഇപ്പം അപർണയായിട്ട് എനിക്ക് വളരെ നല്ലൊരു ഇതാണ്, റിലേഷനാണ്. സോ ഐ മീറ്റ് അപർണയ്ക്കും ആ ഒരു വാംത്ത് ഉണ്ടാവും എന്നെ കാണുമ്പോഴത്തേക്കും. അതേപോലെ തന്നെ ബാക്കിയുള്ള എനിവൺ. ഇപ്പം ഇന്നിപ്പം നമ്മൾ സംസാരിക്കുന്നു, നിങ്ങൾക്ക് എന്നിലൊരു പോസിറ്റീവ് വൈബ് കിട്ടിയാൽ നാളെ നിങ്ങൾ എന്നെ കാണുമ്പം നിങ്ങൾ സ്മൈൽ ചെയ്യും. ഈ പെരുമാറ്റത്തിന്റെ കാര്യം പറയുമ്പോഴേ ചേട്ടൻ അറിയുമെന്ന് അറിയത്തില്ല, നമ്മൾ ആങ്കേഴ്സിന്റെ ഇടയിലും ചേട്ടൻ ഒരു സമാധാനത്തിന്റെ വെള്ളരിപ്രാവ. അതായത് ചേട്ടനാണ് ഗസ്റ്റ് എങ്കിൽ നമുക്ക് പൊതുവെ അറ്റൻഷൻ ഉണ്ടാവാറില്ല. ഞാനും എൻ്റെ ഫ്രണ്ട് മഞ്ജു ഉണ്ട്. മഞ്ജു എപ്പോഴും പറയും, ചേട്ടനാണോ നമുക്കൊരു പകുതി ആശ്വാസം, അധികം ടെൻഷൻ അടിക്കാണ്ട്. ചേട്ടൻ അധികം ഷൗട്ട് ചെയ്യത്തില്ല, കുറച്ച് ചേട്ടൻ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ അല്ലേ. ചേട്ടൻ അങ്ങനെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു വലിയ ആശ്വാസം ചേട്ടൻ. ഞാൻ ഇന്നലെ ഒരു ഇന്റർവ്യൂ കൊടുക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഇടുന്ന കോസ്റ്റ്യൂംസിനെ പറ്റി കമന്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം ഈ യൂട്യൂബ് വീഡിയോസിലൊക്കെ, ആ ചേട്ടാ ഇത് കൊള്ളാലോ, ഇന്നത്തെ ഡ്രസ്സ് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വെറുതെ പറയുമല്ലോ. അപ്പോൾ എനിക്ക് ഈ കോസ്റ്റ്യൂംസിനെ പറ്റി കമൻറ്റ് ചെയ്യുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള, നല്ല കോസ്റ്റ്യൂം ആയാലും മോശം കോസ്റ്റ്യൂം ആയാലും. അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്ത് ഒരാളുടെ ഞാൻ പറഞ്ഞ്, അപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ്, നീ എൻ്റെ കോസ്റ്റ്യൂമിനെ പറ്റി കമൻറ്റ് ചെയ്യാണ്ടിനി തൊട്ട് വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് സീരിയസ് ആയിട്ട് പറഞ്ഞപ്പം അത് ചിലപ്പം ഫീൽ ചെയ്ത് കാണാം. അപ്പോൾ ഇന്നലെ ഇതേപോലെ ചോദ്യം ചോദിക്കുന്ന ആൾ പറഞ്ഞു, ഇങ്ങനെ ഒരിക്കലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സൈജു ചേട്ടനെ ദേഷ്യപ്പെട്ട്? അപ്പോൾ ഈ ക്യാമറയുടെ പുറകെ നിൽക്കുന്ന ആ സെയിം വ്യക്തിയാണ്. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, എൻ്റെ ദൈവമേ, അവനിപ്പോൾ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരിക്കും ഇയാളെ പറ്റിയാണോ പറയണത്. നൈസ് ഷൂസ് ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കായിരുന്നു, അടിപൊളി ഷൂസ്. ഇഷ്ടമായതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, പക്ഷേ ഇത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ. ഇതിപ്പോ നമ്മൾ ഇരിക്കുന്ന ലുക്ക് ആട് 3യുടെ ലുക്കല്ലേ? ആട് 3, അതെ. ആട് 2-ല് ആട് 3-ല് കുറച്ച്, ഇതിപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് റോണക്സ്. ഇത് കൂടാണ്ട് വേറെ കുറച്ച് അപ്പിയറൻസിൽ ചേഞ്ചസ് വരും. അതെ. ആട് 3-ല് ചേട്ടൻ കുതിരേനെ ഓടിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടായിരുന്നു. ഇവിടെ ഒരു ന്യൂസ് അതെ, ശരിയാണോ? കുതിര ഓടിക്കാനുള്ളൊരു ശ്രമം നടത്തും ഞാൻ. ഓക്കെ, അങ്ങനത്തെ സീനുണ്ട്. സോ യാ, അപ്പൊ ഒരു ചെറിയൊരു ക്രാഷ് കോഴ്സ് ഒക്കെ കഴിഞ്ഞെന്റെ ഹോഴ്സ് റൈഡിങ്ങിന്റെ. അടിപൊളിയാവട്ടെ, നമ്മളുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്ന സിനിമയാവട്ടെ. ഈ പറയുന്ന പോലെ രണ്ടുപേരും ഒന്നിക്കുന്ന സിനിമ. പിന്നെ സണ്ണി വേണു ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ റോളാണ് അദ്ദേഹം. ആക്ച്വലി നമ്മുടെ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡിനെ പറ്റി അധികമൊന്നും പറഞ്ഞില്ല. ഞാൻ അതിന്റെ ഒരു എസെൻസ് ഞാൻ പറയാം. ബേസിക്കലി ഇതൊരു ഫാന്റസി മൂവിയാണ്. ഇപ്പം റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾക്ക് പോസ്റ്റേഴ്സും ടീസറൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഇത് ദൈവം ഭൂമിയിലേക്ക് വരുന്നതാണ്. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ദൈവം വരുന്നു.
ദൈവം അയാളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നു. ഓക്കെ. ഇതാണല്ലോ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോണം സിനിമയിൽ. അപ്പം അത് ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ബട്ട് നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പം പ്രശ്നം സോൾവ് ചെയ്യാൻ തന്നെയാണ് ദൈവം വരുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് ദൈവം വന്നിട്ട് ഉടനെ പ്രശ്നങ്ങൾ പരിഹരിക്കുമല്ല. ദൈവം അയാൾക്ക് റൂട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. എങ്ങനെ സഞ്ചരിച്ചാൽ നിന്റെ പ്രശ്നങ്ങൾ സോൾവ് ആവും. റൂട്ടെന്ന് പറഞ്ഞാൽ ലിറ്ററലി റൂട്ടല്ല, നമ്മുടെ ഇന്നർ സെൽഫിനെ നമ്മൾ ആദ്യം റെക്ടിഫൈ ചെയ്യണം. എന്നാലേ നമ്മുടെ സറൗണ്ടിങ്സ് നന്നാവുള്ളൂ. ഇതാണ് ദൈവം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതാണ് നമ്മുടെ പടത്തിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ. സോ വളരെ ഈസിലി നമുക്ക് പ്ലോട്ട് ഞാൻ ആദ്യം പറഞ്ഞതാണ്. ബട്ട് അൾട്ടിമേറ്റ്ലി ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? സോ എൻ്റർടൈൻമെൻറ്റ് അല്ലാണ്ട് നമ്മൾ 2-3 മെസ്സേജസ് കൊടുക്കുന്നുണ്ട്. എനിക്ക് വളരെ ഉറപ്പുണ്ട് മിനിമം ഒരാളെങ്കിലും ഈ പടം കണ്ടിട്ട് ആ റൂട്ട് പിടിച്ചാൽ അയാളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും. എന്നുവെച്ചാൽ അതാണ് സിനിമ പറയുന്നത്. റൈറ്റേഴ്സ് വളരെ ഗംഭീരമായിട്ട് നമ്മുടെ ജോമോനും ലിൻഡോ ആൻഡ് റോഷൻ 3 പേരും കൂടെ എഴുതിയിരിക്കുന്നത്. യങ്സ്റ്റേഴ്സ് എല്ലാവരും 24-25 years old. ഫെബി ജോർജ് ആണ് ഡയറക്ടർ. ഹി ഈസ് ഓൾസോ ദ സെയിം ഏജ്. ഇൻഫാക്ട് ദ പ്രൊഡ്യൂസേഴ്സ് 2 പേര്, സനൂപും തോമസും, അവരൊക്കെ യങ്സ്റ്റേഴ്സാണ്. ഒരു ഫുൾ ടീം ഓഫ് യങ്സ്റ്റേഴ്സ്. കൂടെ അഭിനയിക്കുന്ന ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ആളും യങ്സ്റ്റർ. അപ്പറല്ല ഞാനങ്ങനെ എന്നെ പറയുമെങ്കിലും സോ ഞാൻ സണ്ണി മാത്രമേ ഉള്ളൂ കുറച്ചുകൂടെ എൽഡർലി. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ചെമ്പിൽ അശോകൻ ചേട്ടനുണ്ട്, ദിനേഷ് പ്രഭാകർ അഭിനയിക്കുന്നുണ്ട്, നമ്മുടെ വൈശാഖ് എന്ന് പറഞ്ഞ ആക്ടർ തണ്ണീർമത്തൻ ദിനങ്ങളിൽ അഭിനയിച്ച പുള്ളി അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ നീന കുറുപ്പ്, നീനാജി അഭിനയിക്കുന്നുണ്ട്, ബാലാജി ശർമ്മ, മണികണ്ഠൻ പട്ടാമ്പി, ഷാനിക്കാണ് മ്യൂസിക്. ആണല്ലേ? അതെ. അടിപൊളി. എന്തായാലും നിങ്ങളുടെ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് കാണാനും ദൈവം എങ്ങനെയൊക്കെ ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ ഊരിയെടുക്കുന്നത് കാണാൻ നമ്മൾ എക്സൈറ്റഡ് ആണ്. 16-ാം തീയതി അല്ലേ സിനിമ? 16-ാം തീയതി. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് USP ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സ് ആണിത് തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത്. അടിപൊളി. അപ്പോൾ ജോബി ചേട്ടൻ്റെ ഒരു ബ്ലെസ്സിങ്സും നമ്മുടെ കൂടെ ഉണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുന്ന സിനിമയാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. താങ്ക് യു.